നമസ്കാരം. ഞാൻ സരിത നായർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. കുറച്ചാഴ്ചകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നിരുന്നത് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ പറ്റിയാണ്. ക്ലസ്റ്റർ ബി ഡിസ്കസ് ചെയ്തു. ക്ലസ്റ്റർ സിയിൽ 3 പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണുള്ളത്. ഒരു ആങ്സൈറ്റി നേച്ചർ വരുന്ന പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണ് ക്ലസ്റ്റർ സിയിലുള്ളത്. അതിൽ നമ്മൾ 2 ഡിസ്കസ് ചെയ്തു. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OCPD അഥവാ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റിയാണ്. നമ്മൾ പലർക്കും OCD എന്താണെന്ന് അറിയായിരിക്കും അല്ലെ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്താണെന്ന് അറിയായിരിക്കും. പലരും ഇത് രണ്ടും തമ്മിൽ ഒന്നാമത് തെറ്റിദ്ധരിക്കാറുമുണ്ട്. പക്ഷേ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. OCD എന്ന് പറഞ്ഞാൽ ഇത് ബേസിക്കലി ഒരു ആങ്സൈറ്റി ഡിസോർഡറാണ്. OCPD ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. OCDയിൽ മെയിനായിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള അൺവാണ്ടഡ് തോട്ട്സ്, ഫിയർ ഓഫ് കണ്ടാമിനേഷൻ, അതായത് ഒബ്സെഷൻസ് ആൻഡ് അത് ചെയ്യാനുള്ള റിപ്പീറ്റിംഗ് ബിഹേവിയേഴ്സ്, കമ്പൽഷൻസ്, അത് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ആൻസൈറ്റി നേച്ചർ, അതാണ് മെയിനായിട്ട് ഉണ്ടാകുന്ന സിംറ്റംസ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അനുഭവിക്കുന്ന വ്യക്തിക്ക് ഇതെന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്, എൻ്റെ ഈ പാറ്റേൺ ഓഫ് ബിഹേവിയർ ഒരു പ്രശ്നമുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർക്കതറിയാം. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഇന്റേണലി ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ഇന്റേണൽ ഡിസ്ട്രെസ് കൂടുതലായിരിക്കും. അവർക്ക് എപ്പോഴും അത് അവരുടെ ഡെയിലി ലൈഫിൽ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ അത് ഇന്റർഫിയർ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് OCD. പക്ഷേ OCPDയിൽ അങ്ങനെയല്ല. OCPD എന്ന് വെച്ചാൽ ദേ ആർ ഒബ്സസ്ഡ് വിത്ത് ദ ഗോൾ ഓഫ് പെർഫെക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് അവർക്കൊരു ഒബ്സെഷൻ ആണ് എന്തിലെ ഒരു പെർഫെക്ഷന്, അല്ലെങ്കിൽ ഒരു കൺട്രോൾ, ഒരു ഓർഡർ, അതുപോലെ ഒരു പാറ്റേൺ, അതുപോലെ റൂൾസ്, സെറ്റ് ഓഫ് റൂൾസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരു ഒബ്സെഷനാണ് അവർക്ക് ഉണ്ടാകുന്നത്. അതായത് ദേ മെയിൻറ്റെയിൻ റൂൾസ് ആൻഡ് ഓർഡർ ഇൻ ദെയർ എൻവയോൺമെന്റ്. അവർക്ക് എല്ലാം ഒരു ഓർഡറിലായിരിക്കണം. അവർ പ്രത്യേക ടൈപ്പ് ഓഫ് ചിന്താഗതിയുള്ള ആൾക്കാരായിരിക്കും. എല്ലാത്തിലും ഒരു പെർഫെക്ഷൻ അവർക്ക് വേണം. വളരെ പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും. അതുപോലെ ഒരു ഓർഡറും ഒരു കൺട്രോളും അവർക്ക് ഉണ്ടാകും. എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. അതാണ് OCPDയിൽ സാധാരണ കാണുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ OCPD ഉള്ള ആൾക്കാർക്ക് അവർക്കൊരു ഡിസ്ട്രെസ് ഒന്നും ഉണ്ടാവില്ല. കാരണം ദേ തിങ്ക് ദേ ആർ റൈറ്റ്. ബിക്കോസ് OCD ഉള്ളവർക്ക് അറിയാൻ സംതിങ് ഇസ് ഹാപ്പനിങ്, സംതിങ് അൺയൂഷ്വൽ ഇസ് ഹാപ്പനിങ് ഇൻ ദെയർ ബിഹേവിയർ. പക്ഷേ OCPDയിൽ അവർക്കൊരു എപ്പോഴും അവർ പറയുന്നത് ദേ ആർ റൈറ്റ് ഓർ ദേ ആർ സുപ്പീരിയർ എന്നാണ്. അതുപോലെ തന്നെ അവർക്ക് അതുകൊണ്ട് തന്നെ അവരുടെ ബിഹേവിയർ റിജിഡ് ബിഹേവിയർ ആയി അവർ മാറും. ഒരു പാറ്റേൺ ഓഫ് റിജിഡ് ബിഹേവിയർ അവർക്ക് ഉണ്ടാകും. അതുപോലെ അവർക്കൊരു വർക്കിലും ഈ ഒരു പെർഫെക്ഷനിസം കാരണം അവർക്കൊന്നും കംപ്ലീഷൻ കറക്റ്റായിട്ട് പറ്റില്ല. അവർക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അതുപോലെ എല്ലാ കാര്യങ്ങളും വീട്ടിലാണെങ്കിലും ഫാമിലി റിലേഷൻഷിപ്പിലാണെങ്കിലും വർക്ക് റിലേഷൻഷിപ്പിലാണെങ്കിലും അവരുടെ ഈ റിജിഡ് ബിഹേവിയർ പാറ്റേൺ കാരണം ഒരുപാട് ഡിഫിക്കൽറ്റി അവർക്ക് വർക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടാകും. പക്ഷെ അവർ ലെസ് ഡിസ്ട്രെസ്ഡ് ആണ്. ബിക്കോസ് അവരുടെ ഒരു പ്രോബ്ലമായിട്ട് അവർ അംഗീകരിക്കുന്നില്ല. സോ അവർക്കൊരു ഇന്റേണൽ ഡിസ്ട്രെസ് വളരെ കുറവാണ്. എപ്പോഴും പെർഫെക്ഷൻ ആയിരിക്കും. അതേപോലെ അവരിൽ വേറൊരു കണ്ടുവരുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഐഡിയയിൽ തന്നെ അവർക്ക് ഒരു ഓവർലി ഫിക്സേറ്റഡ് ആയിരിക്കും. അവർക്ക് ആ ഒരു ഐഡിയയിൽ നിന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ താല്പര്യമില്ല. സോ ഓവർലി ഫിക്സേറ്റഡ് ആയിരിക്കും. ഇങ്ങനെയുള്ള സാധാരണ ആൾക്കാർക്ക് അവർക്ക് ഇപ്പോൾ ഒരു സാധനം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പെർഫെക്ഷൻ, അവരെപ്പോൾ ഒരു പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. സോ ഒരു സംഭവം എന്താ പറയുക, ഒരു അൺവർത്തി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്, ഒരു പൊട്ടിയൊരു ഒബ്ജക്റ്റ് പോലും അവരത് ത്രോ ചെയ്ത് കളയാൻ ചിലപ്പോൾ അവർ വില്ലിങ് ആവണമെന്നില്ല. അതേപോലെ അവർക്ക് ഒരു കോംപ്രമൈസ് ചെയ്യാൻ അവർ തയ്യാറാവണമെന്നില്ല. ദേ ആർ അൺവില്ലിങ് ടു കോംപ്രമൈസ്. അതുപോലെ എന്താണ് അവർക്ക് എപ്പോഴും പെർഫെക്ഷനിസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ അവർക്ക് എക്സസീവ് ഡൗട്ട് ആയിരിക്കും. പല കാര്യങ്ങളിൽ എക്സസീവ് ഡൗട്ട് ആയിരിക്കും. ഏറ്റവും പ്രധാനമായിട്ട് അവർക്ക് ക്രിറ്റിസിസം കോപ്പ് ചെയ്യാൻ, ക്രിറ്റിസിസമായിട്ട് അവർക്ക് മാനേജ് ചെയ്ത് പോകാൻ അവർക്ക് ഒരിക്കലും സാധിക്കില്ല. ഇതെല്ലാം OCPD ഉള്ള ആൾക്കാരുടെ ഒരു ബിഹേവിയർ പാറ്റേൺ ആണ്. ഇത് ഉറപ്പായിട്ട് ഇവർക്കൊരു ആങ്ഷ്യസ് നേച്ചർ, ക്ലസ്റ്റർ സിയിൽ വരുന്ന എല്ലാ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിനും കാണുന്ന ഒരു ആങ്സൈറ്റി പാറ്റേൺ, ആങ്ഷ്യസ് പാറ്റേൺ ഓഫ് ബിഹേവിയർ ഇവർക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ OCD വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ഡിസ്ട്രെസ് കുറവായിരിക്കും. അതാണ് ഇതിൽ ഒരു ലെസ് ഇന്റേണൽ ഡിസ്ട്രെസ് ആണ് ഇവർക്ക് ഉണ്ടാവുക. ഈ ഒരു സിംറ്റംസ് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ, നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയമുള്ള കുടുംബത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആർക്കെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടേണ്ടത് അത്യാവശ്യമാണ്. താങ്ക് യു. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.